നമസ്കാരം. ഇന്ന് ഒരു വീഡിയോയുമായി വരാനുള്ള സാഹചര്യം, നമുക്കറിയാം, ഇന്നലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാണ്. വിഷയം അതാണ്. ഞാൻ ഇന്ന് വീഡിയോയുമായിട്ട് വരാനുള്ള സാഹചര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് മുണ്ടക്കടവള്ളം എൻ്റെ പ്രിയ സുഹൃത്ത് കൃഷ്ണൻ എന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ച് രാത്രി 10 മണിക്കാണ് അദ്ദേഹത്തിന് കോൾ വരുന്നത്. ഞാൻ എന്തെങ്കിലും അത്യാവശ്യമാണെന്നുള്ളൊരു വ്യാകുലതയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്തപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. അജിയേട്ടാ, ഈ മുഖ്യമന്ത്രി ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചു. തികച്ചും ന്യായമായ ഒരു ചോദ്യമാണ് പ്രിയ കൃഷ്ണൻ ചോദിച്ചത്. ഇനി ആരാണ് കൃഷ്ണൻ, എന്താണ് ആ ചോദ്യത്തിന്റെ കാരണമെന്നുള്ള ആ വസ്തുതയിലേക്ക് കിടക്കുക. കൃഷ്ണൻ മുണ്ടക്കടവിൽ താമസിക്കുന്ന ഒരു വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. നമുക്കറിയാം, ഈ മുണ്ടക്കടവ് കോളനിയൊക്കെ പറഞ്ഞാൽ 2019 പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട് വനത്തിനുള്ളിൽ ITDP കൊടുത്ത ടെന്റുകളിൽ വെറും നിരത്ത് മണ്ണിൽ ജീവിക്കുന്ന 2019 മുതൽ ഇന്ന് 6 കൊല്ലം കഴിഞ്ഞ് 7ാമത്തെ കൊല്ലമാകാൻ പോവാണ് ജീവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട, അതിൻ്റെ ആ പ്രളയത്തിന് ഇരയായി ഇന്നും ടെന്റിൽ കഴിയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അത് മുണ്ടക്കടവിലെ മാത്രമല്ല, 10, 200, 300 ആളുകൾ മുണ്ടക്കടവുണ്ട്. ഇപ്പോൾ നമ്മുടെ മുണ്ടക്കടവ് കരളായി പഞ്ചായത്തിലാണെങ്കിൽ ഇപ്പോൾ പോത്തുകല്ല്, നമുക്കറിയാം, കവളപ്പാറ, അതിനു മുന്നേ മുത്തുമല, നമ്മുടെ ഇപ്പോൾ മുണ്ടക്കടവ് ചൂരമല മുണ്ടക്കൈ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് 2019 മുത്തിമല ദുരന്തമുണ്ടായി. അന്ന് പോത്തുകല്ല് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരുട്ടുകുത്തി വാണിയമ്പുഴ കോളനി, എനിക്ക് തോന്നുന്നു ഒരു 160-ഓളം 700-ഓളം ആളുകൾ വനത്തിനുള്ളിൽ താമസിക്കുന്നുണ്ട്. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. വീടുകൾ, ശൗചാലയം എല്ലാം നഷ്ടപ്പെട്ടു. എന്തിന്? അവരെ പുറലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം, ഒരു ഇരുമ്പ് പാലമുണ്ട്, ആ പാലവും നഷ്ടപ്പെട്ടു. ഇന്ന് അവർ ചങ്ങാടത്തിലാണ് യാത്ര ചെയ്യുന്നത്. ചങ്ങാടത്തെ യാത്ര ചെയ്യുക മാത്രമല്ല, അവർ ആശുപത്രി, നമുക്കറിയാം, നമ്മുടെ വാർത്താമാധ്യമങ്ങളിലൊക്കെ നിരവധി തവണ വന്നതാണ്. ചെങ്ങാടത്തിൽ യുവതികൾ പ്രസവിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അതിസാഹസികതയേറിയ യാത്രയിലൂടെയാണ് അവർ വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക്, ടൗണിലേക്ക് കടക്കുന്നത്. ആ വനത്തിനുള്ളിൽ കഴിയുന്ന ആളുകൾ മുഴുവൻ ഇതേപോലെ തന്നെ ടെന്റുകളിലാണ് കഴിയുന്നത്. അതും ITDP കൊടുത്ത ടെന്റുകളിൽ നിലത്താണ് താമസിക്കുന്നത്. അതിദയനീയമായ കാഴ്ചയാണ്. അത് മഴക്കാലത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കണം. ഇതിൻ്റെ ആ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കണം. പകൽ മുഴുവൻ അവർ ടെന്റുകളിൽ കഴിയുമ്പോൾ രാത്രി അവർ ഏറുമാടങ്ങളിലാണ് കഴിയും. കാരണം വന്യജീവികളാക്കുന്നു. ശൗചാലയങ്ങളില്ല, കുടിവെള്ള സംവിധാനങ്ങളില്ല. അവർ 100-600-ഓളം ആളുകൾ പ്രാഥമിക കൃത്യം കഴിക്കാൻ അവർക്ക് സൗകര്യങ്ങളില്ല. വേണ്ട രീതിയിലുള്ള വസ്ത്രം പോലും അവർക്ക് ലഭ്യമല്ല. ഫോറസ്റ്റുകളിലാണ്. ഏതെങ്കിലും സീസണുകൾ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് ആളുകൾ വന്ന് എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ ചില ചാരിറ്റബിൾ സംഘടനകൾ എന്തെങ്കിലും കൊടുക്കും. അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല. പുറം ലോകവുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ലാത്ത രീതി. വാർത്താമാധ്യമങ്ങളിൽ പോലും ഇത് വരുന്ന രീതിയിലല്ല. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫോറസ്റ്റിനുള്ളിലേക്ക് വാർത്താമാധ്യമങ്ങളെയോ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരെ കടത്തിവിടാറ്. അപ്പൊ ഇത്തരത്തിലുള്ള വാണിയമ്പുഴ ഇരുട്ടുകുത്തി കോളനി, കലായിലെ മുണ്ടക്കടവ് കോളനി, ഇത്തരം കോളനികളൊക്കെ മുഖ്യമന്ത്രി ഇന്നലെ പ്രസ്താവിച്ച പ്രസ്താവനയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആ പ്രസ്താവന വെറും കളവാണെന്ന് പൊതുജനങ്ങളോട് വിളിച്ചു പറയുന്ന സ്ഥലങ്ങളാണ്. കാരണം ഇത് എനിക്ക് ബോധ്യമുള്ള സ്ഥലങ്ങളാണ് ഈ രണ്ടും. അതുകൊണ്ടാണ് ഈ 2 സ്ഥലത്തിലെ പേര്, ഞാൻ താമസിക്കുന്ന എൻ്റെ ഏരിയയിലുള്ള ഈ 2 സ്ഥലമാണ് എനിക്ക് മുഖ്യമന്ത്രിയോട്, നിങ്ങൾ പറഞ്ഞത് കളവാണ്, അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമല്ല കേരളം, അതിന് എനിക്ക് കാണിക്കാനുള്ള ഉദാഹരണമാണ് മുണ്ടക്കടവിലെയും ഇരുട്ടുകുത്തിയിലെയും വാണിയമ്പുഴയിലെയും ഒക്കെ പച്ചയായ മനുഷ്യർ ഇത് ജീവിക്കുന്ന സാഹചര്യം. ഇതൊന്ന് നോക്കൂ. നമുക്കറിയാം, നവമാധ്യമങ്ങളിലൂടെ കൈരളി ചാനലിലൂടെ, ഇവിടുത്തെ ചാനലുകൾ വിലക്കെടുത്ത് ഒക്കെ ഇതൊരു വലിയ പബ്ലിസിറ്റി PR വർക്കാണ് നടത്തുന്നത്.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒരു കാര്യം നോക്കേണ്ടത്, ദേശാഭിമാനി മാത്രമല്ല ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വായിക്കുന്നത്. ജനങ്ങൾ സത്യം തിരിച്ചറിയും. സത്യം തിരിച്ചറിഞ്ഞു. എന്നും ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സാധ്യമല്ല. മുഖ്യമന്ത്രി അങ്ങ് പറയുന്നത് കളവാണ്. അങ്ങ് കേരളത്തിലെ ജനങ്ങളുടെ ഈ ദയനീയാവസ്ഥയെ അങ്ങ് കണ്ടില്ലെന്നടിച്ചുകൊണ്ട് അങ്ങ് ലോകത്തോട് കളവ് വിളിച്ചു പറയുന്നു, അങ്ങയുടെ കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി. ഇത് ജനങ്ങൾ ഈ കാപട്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ പ്രസ്താവനയ്ക്ക് മുന്നിൽ യാതൊന്നുമില്ല. ഇന്ന് അങ്ങ് കേരളം അതിദാരിദ്ര്യവിമുക്ത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ മന്ത്രിസഭയിൽ EMS പ്രഖ്യാപിക്കുന്നത് തുല്യമാണ്. യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇന്നും കേരളത്തിൽ അങ്ങേക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കേരളം തൊഴിൽരഹിതരുടെ സംസ്ഥാനമാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ, അഭ്യസ്ത വിദ്യരായ തൊഴിൽരഹിതരുടെ സംസ്ഥാനമാണ് എന്ന് അങ്ങ് വിളിച്ചു പറഞ്ഞാൽ കേരളം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമായിരുന്നു. നമ്മൾ ഇതിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അന്ത്യോദയ അന്നയോജന പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ പട്ടിണി മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനമായി മാറിയേനെ കേരളം. ഇന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ, അതിദരിദ്രരായ ആളുകളുടെ ഏക വരുമാന മാർഗമെന്ന് പറഞ്ഞ്, ഏക വരുമാനമല്ല, അവർക്ക് പട്ടിണിയില്ലാതെ അവർ മുന്നോട്ട് പോകാൻ ഉള്ള ഏക മാർഗം എന്ന് പറയുന്ന അന്ത്യോദയ അന്നയോജന പദ്ധതി, കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന അന്ത്യോദയ അന്നയോജന പദ്ധതി. ഈ പദ്ധതി ഇല്ലെങ്കിൽ കേരളം പട്ടിണി മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനമായി മാറും. പട്ടിണി മരണങ്ങൾ, ധാരാളം പട്ടിണി മരണങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. ദുർബല വിഭാഗത്തിൽപ്പെട്ട, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന, ആരോഗ്യപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന അതിദരിദ്രരായ ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. അവരുടെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള, അവർക്ക് പട്ടിണി കിടക്കാതെ മുന്നോട്ട് പോകാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞാൽ അന്ത്യോദയ അന്നയോജന പദ്ധതിയാണ്. ഈ പദ്ധതിയാണ് കേരളത്തെ പട്ടിണി മരണങ്ങളിൽ നിന്ന് രക്ഷിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കളവ് പറയുകയാണ്. ഞാൻ പറയാം, ഈ വീഡിയോ കാണുമ്പോൾ ധാരാളം ആളുകൾ ഈ വീഡിയോ കാണും, എനിക്കറിയാം. അപ്പോൾ സൈബർ സഖാക്കന്മാരും മറ്റുള്ള ആളുകളും ഒക്കെ പലതരത്തിലുള്ള കമന്റുകളുമായിട്ട് വരും. ഒരു സംശയവും വേണ്ട. നിങ്ങളെയൊക്കെ ഞാൻ ക്ഷണിക്കുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ, മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അനുചര വൃന്ദങ്ങളെയും ഇവിടുത്തെ മാധ്യമങ്ങളെയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ക്യാപ്സൂളുകൾ പടച്ചുവിടുന്ന സൈബർ സഖാക്കന്മാരെയും എല്ലാവരെയും, ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞാൻ ഈ വാണിയമ്പുഴയിലേക്കും ഇരുട്ടുകുത്തിയിലേക്കും അതുപോലെ മുണ്ടക്കടവിലേക്കും ഞാൻ ക്ഷണിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് കളവാണ്. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത്. ഞാനിത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അങ്ങ് പറയുന്നത് കളവാണ്. അങ്ങ് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. നവംബർ 1 അങ്ങ് നടത്തിയിട്ടുള്ള പ്രസ്താവന വെറും ബാലിശ്യമാണ്. അത് കേവലം വോട്ട് തട്ടാനുള്ള അങ്ങയുടെ ഉഡായിപ്പ് വിദ്യ മാത്രമാണ്. ഇത് കേരളം തിരിച്ചറിയുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.